വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്, നമ്മളന്ന് ഞാനാണെങ്കിൽ തൻ്റെ ജീവൻ രക്ഷിച്ചത് ഓർമ്മയില്ലേ, അന്നേരം ആ ഒരു കോളനി ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു വെടിയുതിർത്തല്ലോ, അന്നാണെങ്കിൽ ആൻ്റണി വെടിവെച്ചപ്പോൾ ശിവൻ പിടിച്ചു മാറ്റി ഈ വെടി കൊണ്ടപ്പോൾ എടുത്തുകൊണ്ട് പോയി രക്ഷിച്ചില്ലേ, അതും പിന്നീട് വേറൊരു വെടിവെക്കുന്നതിൽ നിന്നും ശാലിനി രക്ഷിച്ചല്ലോ ശിവനാണെങ്കിൽ. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അന്ന് എന്താ അങ്ങനെ തോന്നിയത്, എൻ്റെ ശത്രുപക്ഷത്തല്ലേ നിന്നത്, എന്നെ കൊല്ലാൻ പോലും അതിനു വേണ്ടി വന്നതല്ലേ, പിന്നെ എന്തിനാ ജീവൻ രക്ഷിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് വേണ്ടി തന്നെയാണ് വന്നത്, അതിന് മുൻപും പിൻപും ഞാൻ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ തൻ്റെ നേരെ വെടിയുതിർക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ രക്ഷിക്കണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അതിനുശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തൻ്റെ ശത്രുവല്ല, രക്ഷകനാണ് എന്നുള്ളത്. അതുകൊണ്ട് തൻ്റെ രക്ഷകനായിട്ട് ഞാൻ ഇന്നും കൂടെ കാണും. ഒരു മരണത്തിന് തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ മരണം കഴിഞ്ഞ് അത് സംഭവിക്കുകയുള്ളൂ. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം തൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കേട്ട് കിടക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശിവനും അതേപോലെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്തിനിടയ്ക്ക് ആ തുണി മാറ്റി വീണ്ടും നനച്ചൊക്കെ ശിവനിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ നന്നായിട്ട് മയങ്ങുന്നുണ്ട്. അന്നേരം ശിവൻ വീണ്ടും റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് നോക്കുന്നുണ്ട്. അന്നേരം പനിക്കൊട്ടും കുറവില്ലല്ലോ, നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ശാലിനി എത്ര വരില്ല എന്ന് പറഞ്ഞാലും കൊണ്ടുപോവുക തന്നെ വേണമെന്ന് പറഞ്ഞ് ഷീറ്റൊക്കെ നേരെ എടുത്ത് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവനങ്ങ് പോവുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. അന്നേരം ശിവൻ ആരോ വന്നിട്ട് പോയത് ശിവനാണെന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാവുകയാണ്. അന്നേരം ആ ഷീറ്റൊക്കെ ഇങ്ങനെ ശാലിനി നോക്കി ആ വാതിൽക്കലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഇതേസമയം അവിടെ അരുണയുടെ വീട്ടിൽ ദുർഗയാണെങ്കിലുണ്ട്. നന്ദനോട് പറയുന്നുണ്ട്, നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തേ പറ്റൂ, ഞാനിപ്പോൾ ഈ രാത്രി നിൽക്കുന്ന എന്തിനാ, നിൻ്റെ കാര്യം കൂടെ നോക്കാനല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ ഭിക്ഷക്കാരുടെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോയി കിടത്തും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് അവരുടെ ഇടയിൽ കൊണ്ടുപോയി കിടത്തിയാൽ മതി, പിന്നീട് ഈ കുഞ്ഞാണെങ്കിൽ ഈ വീടിനകം കാണാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്യണമെന്ന് പറയുകയാണ്. അന്നേരം അവരുടെ ഇടയിൽ കൊണ്ടുപോയി കിടത്താം, പക്ഷേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് നാട് വിടുമെന്നുള്ളത് നമുക്ക് എന്താണ് ഉറപ്പ്. അന്നേരം അതിനൊരു വഴിയുണ്ട്, നമ്മൾ കുഞ്ഞിനെ അവരുടെ ഇടയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം കുഞ്ഞിനെ അന്വേഷിച്ച് അവരുടെ മുന്നിലൂടെ തന്നെ നടക്കണം, പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് അവരെ ധരിപ്പിക്കണം, അപ്പോൾ അവർ പിന്നെ ഇവിടെ നിൽക്കില്ല, കുഞ്ഞിനെയും കൊണ്ട് പോകുമെന്ന് പറയുകയാണ്. അന്നേരം അമ്മയുടെ ബുദ്ധി അപാരം തന്നെ, ഇതെനിക്കുണ്ടായി, ഞാൻ ആ കിട്ടാത്ത പേപ്പറൊക്കെ എഴുതിയെടുത്തേണ്ടെന്ന് നന്ദന പറയുന്നുണ്ട്. അന്നേരം വന്നേന്ന് പറയുമ്പോൾ ഇനി ഇപ്പോഴും ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ ഈ പട്ടാപകലിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ മൂർത്തി അരുണെ ഉറങ്ങുമ്പോഴേ നടക്കുമെന്ന് പറഞ്ഞ് നന്ദനയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ദുർഗയാണെങ്കിൽ മൂർത്തിയുടെയും അരുണയുടെയും നടുക്കിങ്ങനെ കുട്ടി കിടക്കുന്നുണ്ട്, കുഞ്ഞിനെ എടുക്കുകയാണ്. നന്ദനെ പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ ശാരികയാണെങ്കിൽ അടുക്കൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം മോളെ എവിടെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ കാറ്റ് കൊള്ളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞിനെ എങ്ങനെ തന്നെ, കുഞ്ഞ് പറഞ്ഞോ നിങ്ങളോട് കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം അവിടെ ഒരു സംസാരം നടക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ ഇവിടെ ബഹളവും ചോദിക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ഈ ദുർഗയാണെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. ദുർഗ പറയുന്നുണ്ട്, ആരും അറിയാതെ മോളെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയായിരുന്നുള്ളൂ, ഞങ്ങൾ കൈയോടെ പിടിച്ചതാണെന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും അല്ല, ഇവരാണ് കൊണ്ടുപോകാൻ നോക്കിയത്, ഞാൻ തടഞ്ഞതാണ്, സത്യമാണ് പറയുന്നതെന്നും പറഞ്ഞ് ശാരിക പറയുകയാണ്. അന്നേരമാണെങ്കിൽ ആ ഒരു ബഹളം കേട്ടുകൊണ്ട് മൂർത്തിയാണെങ്കിൽ ഉണരുന്നുണ്ട്. തുടർന്ന് അരുണയെ വിളിക്കുകയാണ്. ലൈറ്റ് ഇടുമ്പോൾ അയ്യോ നമ്മുടെ കുഞ്ഞില്ല എന്നിങ്ങനെ അരുണ പറയുന്നുണ്ട്. അന്നേരം പുറത്ത് ബഹളമെന്നും പറഞ്ഞ് അവർ ഹാളിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാരികയുടെ നിന്നും കുഞ്ഞിനെ ഓടി വന്ന് അരുണയങ്ങ് വാങ്ങുന്നുണ്ട്. അന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ അരുണ പറയുന്നുണ്ട്, ഇവൾ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളയാൻ നോക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇല്ല, ഇവരാണ് കൊണ്ടുപോകാൻ നോക്കി, ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, നിന്നെ ഒരു മോളെ പോലെയല്ലേ കണ്ടത്, എന്നിട്ട് നിനക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയുമ്പോൾ വാസുദേവനും പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങളോട് തെറ്റ്, എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരിക ആവുന്നത്ര പറയുന്നുണ്ട്. പക്ഷേ ദുർഗ അങ്ങ് പറഞ്ഞ് സമർത്ഥിക്കുകയാണ്, പിന്നെ ഈ വയസ്സായ അച്ഛനും അമ്മയും ഉള്ള വീടാണ്, ഇവരുടെയൊക്കെ തലയ്ക്ക് അടിച്ചിട്ട് ഇവിടെ ഉള്ളതൊക്കെ കഴുത്തിലും കാര്യമുള്ളതൊക്കെ ഒരു പിറകെ എല്ലാം കൂടെ കൊണ്ടുപോയാലും നിങ്ങൾ ആരോട് സമാധാനം പറയും, ഇവളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മൂർത്തി അത് വിശ്വസിക്കുകയാണ്. മൂർത്തിയാണെങ്കിൽ ദുർഗയോട് പിന്നെ ശാരിയോട് ചോദിക്കുന്നുണ്ട്, നീ വന്നപ്പോൾ മുതലൊരു കള്ളലക്ഷണം ഉള്ളതാണ്, നീ എന്തോ ഒളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതായിരുന്നല്ലേ എന്തോ ഉദ്ദേശം, ഇനി നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അരുണയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ദുർഗയെ വിശ്വസിക്കാനായിട്ട് അരുണ തയ്യാറാവുന്നില്ല. അന്നേരം നീയാണ് ഇനി തീരുമാനിക്കേണ്ടത് അരുണ, ഇവൾ നിൽക്കണോ വേണ്ടേന്ന് ഇങ്ങനെ പറയുമ്പോൾ ശാരികയാണെങ്കിൽ പെട്ടെന്ന് അരുണയുടെ കാലം ഒന്ന് പിടിക്കുന്നുണ്ട്. ചേച്ചി ഞാൻ പറയുന്നത് വിശ്വസിക്കണം, ഞാൻ മോളെ കൊണ്ടുപോയിട്ടില്ല എന്ന്
പറയുന്നുണ്ട്. എന്നിട്ട് ദുർഗയാണ് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ദുർഗ പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാരി ഇങ്ങനെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ മോളെ കൊണ്ടുപോകാൻ നോക്കില്ല, അവരാണ് കൊണ്ടുപോകാൻ നോക്കി, ഞാൻ തടഞ്ഞതാണ്, എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കാൻ തരാം. പക്ഷേ അരുണ ഒരക്ഷരം മിണ്ടുന്നില്ല. മൂർത്തിയാണെങ്കിൽ നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ശാരിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സിറ്റൗട്ടിലേക്ക് അങ്ങ് തള്ളുകയാണ്. എന്നിട്ട് പിന്നെ കതവ് അങ്ങ് അടച്ച് കുറ്റിയിടുന്നുണ്ട്. അന്നേരം ശാരിക അവിടെ നിന്ന് ആകെ കരയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അരുണ അന്നേരവും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം അവിടെ ശ്യാമയാണെങ്കിൽ ആ മുകളിലത്തെ ഹാളിൽ തന്നെ സെറ്റിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം രോഹിത് വരുന്നുണ്ട്, താഴേന്ന് കയറി ചെല്ലുകയാണ്. അന്നേരം എന്താ ഇത്ര വലിയ ആലോചന, ശാലിനിയെ കുറിച്ച് ആലോചിക്കുകയാണോ? അന്നേരം കുഞ്ഞേച്ചിയെ കുറിച്ച് ഞാൻ എന്തിനാ ആലോചിക്കുന്നതെന്ന്. അന്നേരം അല്ല പനിയാണെന്ന് പറഞ്ഞല്ലോ, ഇനി ശുശ്രൂഷിക്കാൻ പോകാൻ പറ്റുന്നതിൻ്റെ മനസ്താപമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്, അതിന് ഞാൻ എന്തിനു പോകണം, അവിടെ ആൾക്കാരുണ്ടല്ലോ നോക്കാനായിട്ട്, പിന്നെ ഇതൊക്കെ വെറുതെ ഒരു നാടകമാണ് നമ്മളെ വിളിച്ചറിയിക്കുക എന്നുള്ളത്. പിന്നീട് നമ്മൾ അറിയുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചറിയിച്ചില്ല എന്ന് ചോദിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വിളിച്ചപ്പോൾ എനിക്ക് ചോദിക്കണമുണ്ടായിരുന്നു, പ്രണയ നാടകം കാണാനാണോ ഞാൻ അങ്ങോട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ശിവൻ അവിടെ ശാലിനിയുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിനക്കല്പം കുശുമ്പുണ്ടല്ലേ? അന്നേരം എനിക്ക് കുശുമ്പുണ്ട്, അതെന്തിനാണെന്നറിയാമോ? എൻ്റെ ഭർത്താവ് എനിക്കൊരു തലവേദന വന്നാൽ ഒരു ബാം പോലും പുരട്ടി തരുന്നില്ല, പിന്നെ അത് ആലോചിച്ചിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആലോചിച്ചത് വേറെ ആരെയും കുറിച്ചല്ല, എൻ്റെ വല്യേച്ചിയും കുഞ്ഞിനെയും കുറിച്ചാണ്. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല, എന്ത് സംഭവിച്ചു എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അല്ല നിൻ്റെ ശാലിനിയുടെ പോലീസ് മുഴുവനായിട്ടും അന്വേഷിക്കുകയല്ലേ, എന്നിട്ടൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കേരളത്തിലെ പോലീസ് മുഴുവൻ നിൻ്റെ വല്യേച്ചിക്കും കുഞ്ഞിനും വേണ്ടി തിരക്കി നടക്കുകയാണ്. അങ്ങനത്തെ പവർ ശാലിനിക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും നിൻ്റെ വല്യേച്ചിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ഭൂമി മലയാളത്തിൽ കാണില്ല എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് അറം പറ്റുന്ന വർത്തമാനമൊന്നും പറയരുതെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഈ നാട്ടിൽ ദിവസവും കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. ഒരു മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണ് അവർ. ഒന്നുകിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വീണ് തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും നെമ്മാടികൾ ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തെ എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യം നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ വല്യേച്ചിയെ കാണാനില്ല എന്ന് വെച്ച് നിനക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്നേരം ഞാൻ എന്തായാലും പിന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും, എൻ്റെ വല്യേച്ചിയും കുഞ്ഞിനെയും കണ്ടുപിടിച്ചേ മതിയാവും, ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത് എന്നോട് ചോദിച്ചില്ല എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, ഞാൻ വേണ്ടി വന്നാൽ കളക്ടറേറ്റിന് മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുക തന്നെ ചെയ്യും, ശാരദയുടെ മോളാണ് പറയുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഒരുത്തിങ്ങനെ ചിന്തിക്കുകയാണ്, കളക്ടറേറ്റിന് മുന്നിൽ ഇവള് സത്യാഗ്രഹമോ, അതിട്ട് കടന്ന കൈയല്ലേ എന്നും പറഞ്ഞ് രോഹിത് ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ മൂർത്തി വാതിലൊക്കെ തുറന്ന മുറ്റത്ത് നിന്ന് പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഗാർഡനിൽ ശാരിക നിൽക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ഇവൾ ഇതുവരെ പോയില്ലേ എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം നീ ഇതുവരെ പോയില്ലേ, എന്നോട് പോകാൻ പറഞ്ഞല്ലേ, അന്നേരം എനിക്ക് പോകാനായിട്ട് വേറെ ഇടമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്, നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം എന്താ അവിടെ ബഹളമെന്നും പറഞ്ഞുകൊണ്ട് വാസുദേവനും കാർത്തിയായനി അരുണയും ഈ ദുർഗയും നന്ദനയും എല്ലാവരും കൂടിയൊക്കെ ചെല്ലുകയാണ്. അന്നേരം ദേവിൾ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്, നിന്നെ ഇന്നലെ പറഞ്ഞു വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനതിൽ മോളെയും കൊണ്ട് പോകാനായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നീ പിന്നെ ന്യായീകരിക്കുന്നു, നിൻ്റെ തെറ്റ് ന്യായീകരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം തെറ്റ് ചെയ്തെങ്കിലല്ലേ ന്യായീകരിക്കേണ്ട ആവശ്യമുള്ളൂ, പിന്നെ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അന്ന് ഞാനാണെങ്കിൽ ഓട്ടോയിൽ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇന്നലെ തിരികെ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പൊയ്ക്കൂടായിരുന്നു, എനിക്ക് പോകാനായിട്ട് വേറെ സ്ഥലം ആശ്രയമൊന്നുമില്ല, ഒരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നതാണ്, പിന്നെ അത് ചെയ്യാനും എനിക്കൊരു മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് ശാരിക ആകെ താണു വീണ് കരഞ്ഞ് പറയുകയാണ്. അന്നേരമാണെങ്കിൽ വീണ്ടും അരുണയുടെ കാല് പിടിച്ചും പറയുന്നുണ്ട്, ചേച്ചി ഇന്നലത്തെ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്, ഞാൻ കുറ്റക്കാരിയല്ല എന്ന് പറയുമ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വരികയാണ്. പിന്നെ ഞങ്ങളുടെ കൊച്ചിനെ, എൻ്റെ ആങ്ങളുടെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയോടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഞാൻ പറഞ്ഞില്ല, ഞാനല്ല ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞ് ആകെ കരയുകയാണ്. അന്നേരം വാസുദേവൻ പറയുന്നുണ്ട്, അതെ അവൾ പറഞ്ഞത് ശരിയാണല്ലോ, അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, ഇന്നലെ അവൾ കൊണ്ടുപോകേണ്ടതല്ലേ, കൊണ്ടുപോയില്ലല്ലോ എന്ന് പറയുമ്പോൾ ആകെ ശാരിക അങ്ങ് താണു വീണ് പറയുകയാണ്. പക്ഷെ അരുണയൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ ഭാഗം കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും അരുണ ദേഷ്യപ്പെടുന്നുണ്ട്, പുകണ്ണീര് ഒഴിച്ച് നീ പിന്നെ വശത്താക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, നന്ദനെ വന്നേ നീ എന്ത് കാണാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് സിറ്റൗട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട്, എങ്കിൽ ഒരു തവണ കൂടി നിന്നോട് ക്ഷമിക്കാം, പക്ഷേ ഇനി ഒരു തവണ ഇങ്ങനെ ഉണ്ടായാലും ആരും എൻ്റെ അടുത്ത് വക്കാലത്തുമായിട്ട് വരില്ല, വക്കീലിനോടും കൂടിയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉത്തരവ് എന്നിങ്ങനെ അരുണ പറയുന്നുണ്ട്. തുടർന്ന് ശരി ഇന്നലെ മുഴുവൻ നീ ഇവിടെ കുത്തിയിരുന്നതല്ലേ, അകത്തേക്ക് ചെല്ലുക എന്നിങ്ങനെ കാർത്തിയാനി പറയുമ്പോൾ പിന്നെ
ശാരികയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം സിറ്റ് ഔട്ടിൽ നന്ദനയും ദുർഗയും കൂടി നിൽക്കുകയാണ്. അന്നേരം നീ വീണ്ടും കണ്ണീര് കാണിച്ച് ഇവിടെയുള്ളവർ വശത്താക്കിയില്ലേ, പക്ഷേ നീ അധികകാലം ഇവിടെ വാഴാമെന്ന് കരുതണ്ട, നിന്നെ ഞാൻ ഇറക്കി വിടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാരിക ഒരക്ഷരം മിണ്ടാതെ അങ്ങ് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം അരുണയ്ക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ശാരിക പറയുന്നുണ്ട്, പിന്നെ ഇവിടെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ ചേച്ചി ഈ കാര്യങ്ങൾ മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ അരുണയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ദുർഗയായിരിക്കും ഇത് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. പക്ഷേ ശാരികയ്ക്ക് അറിയില്ല ഇത് ഇവരുടെ കുട്ടിയല്ലേ, എടുത്ത് വളർത്തിയ കുട്ടിയാണ് എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ലല്ലോ. ദുർഗ അതിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അറിയത്തുമില്ല. പക്ഷേ അരുണ അത് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് ചെല്ലുന്ന ശാരികയാണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിൽ കിടക്കുകയാണ്. കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നുണ്ട്, എന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ്. മോളെ വിട്ടു പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല, മോളെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു, അത്രയ്ക്ക് സ്നേഹമാണ് മോളോട് എനിക്ക്, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് എനിക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ ഇനിയും വീണ്ടും ശാലിനിക്ക് രാവിലെ പനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. ഈ കുട്ടികളെ പിറ്റേന്ന് കൊണ്ടുവരാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞതും, അതിനി വരുമോ ഇല്ലയോ എന്നുള്ളതും എന്താണെന്നുള്ളതും കാണാം. ഓക്കെ, താങ്ക് യു.